എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് ഞാൻ എൻ്റെ 9th month പ്രഗ്നൻസിയിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. സോ ഐ വുഡ് ലൈക്ക് ടു ഷെയർ ദാറ്റ് ക്രെഡിറ്റ് വിത്ത് മൈ ബേബി ഓൾസോ, ഓഫ് കോഴ്സ്. And thank you so much. First of all, thanks to Arfaz for making me a part of a project like this. And also, അതിലും എനിക്ക് അർഫാസിന് ഞങ്ങളൊരു ലൈവ് സൗണ്ട് ആയിരുന്നു ഇതിൻ്റെ ഷൂട്ടിങ്. അപ്പം അവിടെ ട്യൂണീഷ്യയിൽ ഇങ്ങനെ മരുഭൂമിയിൽ വെയിലത്ത് നമ്മളിങ്ങനെ വെയിലൊക്കെ മാറാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കും. പെട്ടെന്ന് സാൻഡ് സ്റ്റോം വരും. അപ്പം അത് മാറാൻ വേണ്ടി കുറേ നേരം ഇരിക്കും. അപ്പം ഞാൻ അവിടെ വല്ല മൂളിപ്പാട്ടൊക്കെ പാടിയിരിക്കുന്നത് കേട്ടിട്ടാന്ന് തോന്നുന്നു അർഫാസ് എന്നോട് പാട്ട് പാടുന്നുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പം വീട്ടിൽ തൊട്ടേ അർഫാസ് പറഞ്ഞായിരുന്നു വൈ ഡോണ്ട് യു സിംഗ്. പക്ഷെ എനിക്ക് ആ ഒരു റൈറ്റ് മൊമെന്റിന് എനിക്കൊരു കോൺഫിഡൻസ്, ഓക്കെ ഐ സീ അർഫാസ്, ഐ സീ എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ ഐ ഗോട്ട് പ്രഗ്നന്റ്, മാരേജ് ഹാപ്പൻ, ആൻഡ് സംഹൗ ഐ തിങ്ക് ഫിലിം റിലീസ് ആവാറായി. അപ്പോൾ പിന്നെ അർഫാസ് സംസാരിച്ചപ്പോൾ ഐ വാസ് ഇൻ മൈ 9th month. എനിക്ക് പെട്ടെന്ന് എന്തോ ഭയങ്കര ഒരു ധൈര്യം, ഭയങ്കര ഒരു കോൺഫിഡൻസ് വന്ന പോലെ തോന്നി. അതോടെ ഓക്കെ ഐ ഗിവ് ഇറ്റ് എ ട്രൈ. എന്തായാലും കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അങ്ങനെ സ്റ്റുഡിയോയിൽ പോയിട്ട് വി റെക്കോർഡഡ് ദിസ് സോങ്. ആൻഡ് താങ്ക്സ് ടു മൈ ഗുരുജി വിശാൽ. I don't think, like I would have been this comfortable with anybody else. കാരണം എനിക്ക് അത്രയും പേഷ്യൻസോടുകൂടി ആള് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതുപോലെ ഹി ലെറ്റ് മീ എക്സ്പെരിമെൻറ്റ്. അതുപോലെ എനിക്ക് ഒത്തിരി കംഫർട്ട്, ഭയങ്കരമായിട്ട് എന്നെ കംഫർട്ടാക്കി. ആൻഡ് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഹി കെപ്റ്റ് എൻകറേജിങ് മീ ആൻഡ് ഹി കെപ്റ്റ് ടെല്ലിങ് മീ സിംഗേഴ്സും ഇങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് ഓക്കെ നോട്ട് ബാഡ്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞതിൽ. എൻ്റെ മമ്മി എപ്പോഴും പറയുമായിരുന്നു വൈ ഡോണ്ട് യു സിംഗ് എ സോങ്, വൈ ഡോണ്ട് യു സിംഗ് എ സോങ്. ആൻഡ് ഞാൻ ചേർച്ചിൽ കോയറിലും സ്കൂളിലൊക്കെ പാടുമായിരുന്നു. അപ്പം അത്ര വലിയ പാട്ടായിരുന്നല്ല. ഐ തിങ്ക് ഇറ്റ് ഹസ് കം ഔട്ട് ഓക്കെ, ബട്ട് it was a very a moment that I would always cherish. And talking about this film, yes, of course I miss my co-stars Asif and Sharafuddin. Tunisia la aayirunnu ഞങ്ങളുടെ ഈ ഫിലിമിന്റെ ഷൂട്ടിംഗ്. ലൈക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. എസ്പെഷ്യലി മലയാളത്തിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഡെഫിനറ്റ്ലി one more feather to the cap ആയിരിക്കും ഈ ക്യാരക്ടർ. ആൻഡ് ഇത് അർഫാസി സ്ക്രിപ്റ്റ് എഴുതുമ്പം ഐ ആസ്ക്ഡ് him, എനിക്ക് സ്ക്രിപ്റ്റ് നരേറ്റ് ജിത്തു സാറാണ് എന്നെ വിളിച്ചത് ഈ സ്റ്റോറി ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഐ ഹേർഡ് ദ സ്റ്റോറി ആൻഡ് അർഫാസ് ടോൾഡ് മീ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പം അർഫാസിൻ്റെ മൈൻഡിൽ ക്യാരക്ടർ ഉണ്ടായിരുന്നത് ഞാനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഓണറായിട്ട് തോന്നി. ബിക്കോസ് ഐ എം എ ഡയറക്ടേഴ്സ് ആക്ടർ ആൻഡ് ഓഫ് കോഴ്സ് ഡയറക്ടർ മൈൻഡിൽ എന്നെ വെച്ചിട്ട് ഒരു ക്യാരക്ടർ ഡിറൈവ് ചെയ്യുമ്പം ഐ തിങ്ക് ആസ് എൻ ആക്ടർ എനിക്കത് വലിയൊരു ഓണറാണ്. ആൻഡ് ഐ തറലി എൻജോയ്ഡ് ഷൂട്ടിംഗ് ഫോർ ദിസ് ഫിലിം. ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളവിടെ റംസാൻ ഫാസ്റ്റിൻ്റെ സമയത്തായിരുന്നു ഞങ്ങളവിടെ ഉണ്ടായിരുന്നത്. ഇറ്റ്സ് എ മുസ്ലിം കൺട്രി. അപ്പം അതിൻ്റേതായ പ്രോപ്പർ ഫുഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ക്രൂ മെമ്പേഴ്സ് വളരെ കുറവായിരുന്നു. ആ സമയത്ത് ആരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവിടെ. അപ്പം വി വർ വെരി ലിമിറ്റഡ് ക്രൂ. ഉള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരു 25 days we've given our best. എല്ലാവരും ഇതിൻ്റെ DOP അപ്പു പ്രഭാകർ, he's done a brilliant job. And then all the other technicians, ഇതിൻ്റെ ലൈവ് സൗണ്ട് റെക്കോർഡ് ചെയ്ത അലൻ, then music director Vishal sir, like, and അവിടെ ഉണ്ടായിരുന്ന all the assistant directors and all the crew members, production, everybody, ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. ആൻഡ് ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുന്നത് ഇറ്റ്സ് വെരി അൺപ്രഡിക്റ്റബിൾ. എപ്പോഴായിരിക്കും ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവാന്ന് അറിയത്തില്ല. ബട്ട് അതിൻ്റെ ആ ചലഞ്ചസിലൂടെ എല്ലാം ഐ തിങ്ക് വി മാനേജ് ടു ഗിവ് അവർ ബെസ്റ്റ് ആൻഡ് ദ ഫിലിം ഹാസ് കം ഔട്ട് വെരി വെൽ. ആൻഡ് ഒരു എക്സ്പെരിമെൻ്റൽ ജോണർ ആണത്. ഹോപ്പ്ഫുള്ളി മലയാള ഫിലിമിൽ നടക്കുന്ന ഈ വിന്നിങ് സ്ട്രീക്സ് വിൽ കണ്ടിന്യൂ വിത്ത് അവർ ഫിലിം ഓൾസോ. ആൻഡ് ബിഗ്ഗസ്റ്റ് താങ്ക്സ് ടു രമേശ് പിള്ളൈ സർ, our producer, who is been backing our film. And സാറിൻ്റെ അടുത്തുനിന്ന് ഹ്യൂജ് സപ്പോർട്ടാണ് ഇങ്ങനത്തെ ഒരു ഫിലിം. ട്യൂണീഷ്യയിൽ ലൈക്ക് ഷീ സെഡ് ഫസ്റ്റ് പടം നമ്മളാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായ എല്ലാ സപ്പോർട്ടും
സാറിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. സോ യാ, ഐ ഹോപ്പ് we have a good film, and I hope God's blessings is also upon us, and എന്തായാലും റിലീസിന് ഇനി I think this is my last event before my delivery, I hope so. അപ്പം ഇനി എനിക്ക് റിലീസിന് ഇതിൻ്റെയൊക്കെ ഭാഗമാകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഐ വുഡ് ബി മിസ്സിങ് ഇറ്റ് ബിക്കോസ് ഞാൻ എൻ്റെ കരിയറിൽ ചെയ്തതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു ഫിലിമാണ്. ആൻഡ് വർക്കിംഗ് വിത്ത് അർഫാസ്, ഹീസ് എ ബ്രില്യൻ ഡയറക്ടർ. ജിത്തു സാറിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ഓർ റൈറ്റ് ഹാൻഡ് ഓർ whatever, like we have seen his contribution ജിത്തു സാറിൻ്റെ ഫിലിമിൽ തന്നെ. ആൻഡ് അർഫാസിനെ പോലത്തെ ഒരു ഡയറക്ടറിൻ്റെ ഡെബ്യൂ ഫിലിമിൽ ലീഡ് ആക്ടർ ആവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് ഹി ഹാസ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ, ഹി ഈസ് സോ ടാലൻറ്റഡ്. ആൻഡ് എൻ്റെ ക്യാരക്ടർ തന്നെ പെർഫോമൻസിൽ തന്നെ അർഫാസ്, ഹി വാസ് റിയലി പുഷിങ് ഓൾ ഓഫ് us ഔട്ട് ഓഫ് അവർ കംഫർട്ട് സോൺ. ഇപ്പോൾ ആസിഫ് ആയാലും ഞാനാണെങ്കിലും ഷറഫ് ആണെങ്കിലും നമ്മൾ റെഗുലർലി ചെയ്യുന്ന ഒരു മീറ്ററിലല്ലാതെ ഹി വുഡ് റിയലി പുഷ് us ടു എക്സ്പ്ലോർ സംതിങ് ഇൻ us ആസ് ആക്ടേഴ്സ്. അപ്പം അങ്ങനത്തെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പം ആക്ടിങ്ങിൽ മാത്രമല്ല, ഈവൻ ഇൻ ടേംസ് ഓഫ് ദ മേക്കിംഗ് ആൻഡ് മ്യൂസിക് ആൻഡ് എവറിത്തിങ്, ഐ തിങ്ക് അർഫാസിൻ്റെ ഒരു സിഗ്നേച്ചർ ഈ പടത്തിൽ ആസ് എ ഡയറക്ടർ നമുക്ക് കാണാൻ പറ്റും. സോ ഒരു ഫ്യൂച്ചർ ഗ്രേറ്റ് ഡയറക്ടറിൻ്റെ ഡെബ്യൂയുടെ ഭാഗമാകാൻ സാധിച്ചതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ഐ എം വിഷിംഗ് our film level cross, and എല്ലാവർക്കും all the best, and thank you so much for coming here and supporting. അപ്പോൾ അത് മനസ്സിൽ വെച്ചാണ് എഴുതിയത്. അപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ ഒബ്വിയസ്ലി ഇതുപോലെ എന്ന് വിചാരിച്ചെടുത്ത് ഇത് തന്നെ കിട്ടിയാലുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി അമലെ കണക്ട് ആവാൻ വേണ്ടിയിട്ട്. ഷീസ് ഗോട്ട് 5-6 managers. At that time I was not able to reach her. അപ്പോൾ എല്ലാ മാനേജേഴ്സിനോട് ഞാൻ സംസാരിക്കുന്നുണ്ട്, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് വെന്റ് ഓൺ ഫോർ അബൌട്ട് 4 months. അതിനിടയ്ക്ക് റാമിന്റെ ഷൂട്ടിന് വേണ്ടി ഞങ്ങൾ ലണ്ടനിലായിരുന്നപ്പോൾ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു, റാമിന്റെ ഷൂട്ട് കഴിഞ്ഞു നെക്സ്റ്റ് ഡേ ഞാൻ തിരിച്ചു വരാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ഇൻഫർമേഷൻ കിട്ടി അമല ലണ്ടനിൽ ലാൻഡ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ സാറിനോട്, രമേശ് സാറിനോട് പറഞ്ഞു, സാർ എൻ്റെ ടിക്കറ്റ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് 2-3 ദിവസം മാറ്റി തരാമോ, ഞാൻ അമലേനെ ഒന്ന് കാണാൻ ട്രൈ ചെയ്യട്ടെ. സാർ അത് ചെയ്തു തന്നു. എന്നിട്ട് ഞങ്ങൾ അമലയുടെ മാനേജറിനെ, അതൊന്നും അമല അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ, ഞങ്ങൾ അമലിന്റെ കടമ സെൻട്രൽ ലണ്ടനിൽ. അപ്പോൾ പുള്ളിക്കാരുടെ കോസ്റ്റ്യൂം ട്രയലൊന്നും നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ താഴെ പോയി റിസപ്ഷനിൽ ഇരിക്കുക. എന്നിട്ട് ഒരു 2-3 hours ഇരുന്നു, പക്ഷെ തീരുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് തിരിച്ചു വരേണ്ടി വന്നു, ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഐ സ്റ്റിൽ ട്രൈ, ഓൾ ദ മാനേജേഴ്സിനെ വിളിച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഫൈനലി ഞാനും ജീതു സാറും ടുണീഷ്യയിൽ റാമിന്റെ റേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഫൈനലി ഐ ഗോട്ട് എ കോൾ ദാറ്റ് not happening. Amala is on a break. She doesn't want to do any films for a while. So you will look for someone else. Not at a call. So I was disappointed. WhatsApp call. I was disappointed. But Jeetu sir, no, what happened? You looked dull. Apna sir, Amala is not. Amala andavilla cinema. We have to look for someone else. No. Apna sir, I'm not able to connect with her. Like a break ilana aniyanu. But then sir phone edutittu Amala message chedu. And she was coming out of the temple, I think. Yeah, they spoke, and she അടുത്ത ദിവസം ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലെത്തുക. അപ്പോൾ she said let's meet tomorrow. വരുമ്പോൾ തന്നെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ജീത്തു സാർ ഇവിടെ വന്ന് കാണുകയും കഥ പറയുകയും അപ്പോൾ തന്നെ ഓക്കെ ആവുകയായിരുന്നു. അപ്പോൾ it was like a dream come true for me. So I was very excited to have her on a film which I believe is a slightly different film. എന്ന് പറയുന്ന ഒരു ക്ലീഷയാണ്, എല്ലാവരും പറയുന്നതാണ്. പക്ഷേ ഇറ്റ് ആക്ച്വലി ഈസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് വി ഹാവ് സീൻ സോ ഫാർ എന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് അറ്റംപ്റ്റ്, വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. കാസ്റ്റ് എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആണ് സിനിമയിൽ തന്നിട്ടുള്ളത്. അതുപോലെ ക്രൂ, വി ഹാവ് വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു ക്രൂ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പു പ്രഭാകർ ആർ DOP, ഈസ് ഡൺ എ ഫാബുലസ് ജോബ്. ദീപു ആണ് എഡിറ്റർ. ജയദേവൻ ചക്കാടത്താണ് ഇതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. Vishal has done a background score which is absolutely amazing, which is actually the backbone of the film. The music has a lot of importance in terms of its background score in the film. Linda ma'am had costumes ചെയ്തിട്ടുള്ളത്. Correct. When I got the call, I was there. ഇതിലാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്, I really believe in destiny. Some films are meant to happen, it will happen no matter what. അത് എനിക്ക് ഈ ഫിലിം ശരിക്കും അതിൻ്റെ ഒരു it stands for that. So
So thank you Alphas for not giving up. This would have been a biggest miss of my life. டிசைன் பண்ணது மிஸ்டர் வினு, அவருக்கு தேங்க்ஸ். எல்லாருக்கும் தேங்க்ஸ். இந்த படம் கோயிங் டு ரிலீஸ் நெக்ஸ்ட் மந்த். சப்போர்ட் அஸ் ப்ளீஸ். താങ്ക് യു സോ മച്ച്. ഭയങ്കര ഒരു ജോണർ ചിത്രമാണ്, അപ്പോൾ പക്കാ ത്രില്ലർ അങ്ങനത്തെ ഒരു മോഡാണോ? ഇത് സർവൈവൽ മോഡിലുള്ള പടമല്ല. ഹലോ ഈ സിനിമ ഒരു ഇന്റൻസ് ഡ്രാമ ത്രില്ലർ ആ ഒരു ജോൺ പടമാണ്. ഒരു സർവൈവലുമായിട്ട് ബന്ധവുമില്ല അങ്ങനെ പടം. ഭയങ്കര അഡ്വഞ്ചർ ആയിട്ട് എന്താണ് സത്യം പറഞ്ഞാൽ ഇതിനുള്ള ഇൻസ്പിറേഷൻ എന്താണ്? ഇങ്ങനെ ഈ ഒരു പീരീഡിൽ പോലും ഇങ്ങനെ ആക്റ്റീവ് നിൽക്കാനുള്ള ഇൻസ്പിറേഷൻ എന്താണ്? ഐ ഫീൽ ആക്റ്റീവ്. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല. ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ പിന്നെ ഞാനായിട്ട് വെറുതെ വീട്ടിലിരുന്ന് ഒരു പണിയില്ലാതെ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് കൂട്ടണ്ടല്ലോ. ആൻഡ് ഐ ഫീൽ ഇപ്പം പ്രഗ്നൻസി എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്തോ വലിയൊരു ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്കിപ്പം ഉള്ള ഒരു ഫ്ലോ അതിൽ തന്നെ ഐ ഫീൽ ഇപ്പം കുറച്ചുകൂടെ ഐ ഫീൽ മോർ ലവ്ഡ്, മോർ പാമ്പേർഡ്. അപ്പൊ ഈ ഒരു എനർജി ഇങ്ങനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യമല്ലേ. ആൻഡ് ഓൾസോ ഐ വോണ്ട് ഗിവ് ഔട്ട് എ പോസിറ്റീവ് പ്രഗ്നൻസി മെസ്സേജ് യുനോ. അപ്പം അതെല്ലാം അതും എല്ലാം അലൈൻഡ് ആയല്ലോ. എൻ്റെ ഇത്ര ഫിലിംസ് റിലീസ് ആവുന്നു, പ്രൊമോഷൻസ്, ഇവന്റ്സ്. അപ്പൊ അതെല്ലാം ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഐ ആം ജസ്റ്റ് എംബ്രേസിങ് ഇറ്റ് കംപ്ലീറ്റ്ലി ആൻഡ് ഐ ആം എൻജോയിങ് ഇറ്റ്. ലാസ്റ്റ് പടം ആഡ് ചെയ്തതും അതൊരു മരുഭൂമി റിലേറ്റ് ചെയ്ത് സർവൈവിങ്, ഇതും മരുഭൂമി റിലേറ്റ് ചെയ്ത് ഒരു സർവൈവിങ് ത്രില്ലർ ഒരു ചിത്രമാണ്. അതെ, എനിക്ക് ആ മരുഭൂമിയിലെ സീൻസിലൊന്നും ഞാൻ ഭാഗമായിരുന്നില്ലല്ലോ. അതിന്റെ എല്ലാ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ ഞങ്ങള് സഹാറ ഡെസേർട്ടിലാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ബ്ലസേറിനൊക്കെ മെസ്സേജ് അയച്ചു, നിങ്ങളെയൊക്കെ സമ്മതിക്കണോ. അവരനുഭവിച്ചതിന്റെ വളരെ കുറച്ച് ഞങ്ങള് അനുഭവിച്ചുള്ളൂ എങ്കിലും ഷൂട്ട് ചെയ്തുള്ളൂ എങ്കിലും അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ സാധിച്ചായിരുന്നു. അപ്പൊ അതില് ഇറ്റ്സ് നോട്ട് എ സർവൈവൽ അല്ല, ആൽഫാസ് പറഞ്ഞ പോലെ, ബട്ട് മരുഭൂമിയിൽ തന്നെ നടക്കുന്ന ഒരു ഇന്റൻസ് ഡ്രാമയാണ് ഈ ഫിലിം, ത്രില്ലർ. എനിക്ക് തോന്നുന്നത് ലൈക്ക് സെഡ്, ഞാൻ എഴുതുമ്പോൾ തന്നെ അമലയായിരുന്നു മനസ്സിൽ, അമല തന്നെ കിട്ടി. അപ്പോൾ ദാറ്റ് വാസ് ദ ബ്ലെസ്സിങ്. താങ്ക്സ് ടു ഹർ ഫോർ സേയിങ് യെസ് ടു ദിസ് ഫിലിം. ഈ ക്യാരക്ടർ ഐ ഫീൽ, ഇതെന്റെ ഞാൻ പറഞ്ഞ ആദ്യത്തെ പടമായതുകൊണ്ട് എക്സൈറ്റ്മെന്റിലാണെന്ന് അറിയില്ല, ബട്ട് ഐ ജെന്യുവൻലി ഫീൽ ദാറ്റ് ദിസ് വിൽ ബി വൺ ഓഫ് ഹർ ബെസ്റ്റ് പെർഫോമൻസസ് ഓഫ് ഹർ കരിയർ. ദാറ്റ് ഈസ് ഹൗ വെൽ ഷീ ഹാസ് ഡെലിവേർഡ് ദ പെർഫോമൻസസ്. ഓൾസോ എന്താ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ടെറൈനിലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. നമുക്ക് വാനിറ്റി അല്ലെങ്കിൽ വാഷ്റൂം യൂസ് ചെയ്യാൻ പോലും അവിടെ ഒന്നും ഇല്ലായിരുന്നു. 360 ഡിഗ്രിയിൽ നമുക്കൊന്നും ഇടാൻ പറ്റുകയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. വാനിറ്റി സെൽഫ് ടെൻസ് ഒക്കെ അടിച്ചിട്ട് അത് ഒത്തിരി ദൂരെയായിരുന്നു. അങ്ങനത്തെ ഒരു സ്ഥലത്ത് സാൻഡ് സ്റ്റോമും സഹാറ ഡെസേർട്ടിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം മഴ പെയ്തു നമ്മളവിടെ പോയപ്പോഴാണ്. സെറ്റൊക്കെ ചോർന്ന് അങ്ങനെ. അപ്പോൾ ഒത്തിരി ഡിഫിക്കൽട്ടീസും ഹേർഡിൽസും ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് what she has done is for you guys to watch. Thank you. Very easy sir, all are cooperative sir. I am so happily produced here. Thank நான் போல சார் எல்லாமே they will take care. டைரக்டர் அமலா பால் மேடம் தான் பயங்கரமாக கோஆப்ரேட் பண்ணாங்க. ஹீரோ ஷஃபுதீன் சார் அண்ட் ஆசிஃப் அலி சார். வெரி டிஃபிகல்ட் பிளேஸ் சார். திஸ் இஸ் த ஃபர்ஸ்ட் மூவி இன் இந்தியா ஷாட் இன் இந்தோனேஷியா சார். സാറിന്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ വെഞ്ചറിൽ ഏറ്റവും വലിയ ഹൈ പ്രൊഫൈൽ സിനിമകളൊന്നും റാമാണ്. അതിന്റെ ലോഞ്ചും ആക്ച്വലി ഭയങ്കര വലിയ സംഭവമായിരുന്നു 2020. അപ്പൊ വലിയൊരു ജേർണി ഉണ്ട് 4 ഇയേഴ്സിന്റെ. എന്താ സാർ റാമിന്റെ ഒരു അപ്ഡേറ്റും കാര്യം? சார் அது இன்னும் லாட் ஆஃப் இது இருக்குது. ஆல்ரெடி வி டிட் 126 டேஸ் ஷூட் முடிஞ்சிருச்சு. அதில் ஒரு போர்ஷன் வந்து லண்டனில் ஷூட் பண்ணோம். அந்த போர்ஷன் வந்து அப்போ அங்கே வந்து ஹெவி ரெயின் பர் டே வந்து அது கிட்டத்தட்ட நியர் அபவுட் 1.5 crores பர் டே ஷூட். அந்த எக்ஸ்பென்சஸ் அந்த டைமில் வந்து ரெயின் வந்துருச்சு. அதுக்கப்புறம் நாங்கள் இங்கே வந்துட்டோம். திரும்ப அதே லொக்கேஷன் அதே எடுக்கணும். அங்கே வெதர் சேஞ்சிங்லாம் இருக்குது. திரும்ப இந்த 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 நவம்பரில் தான் அதை எடுக்க முடியும். இந்த ட்ரீஸு அந்த இது எல்லாமே மேட்ச் பண்ணி எடுக்கணும். அதனால் இப்போ அங்கே எடுக்கிறோம். துனிஷியா இது வந்து எடுக்கிறது என்னென்னா இப்போ வந்து அங்கே சூடாக இருக்குது, பயங்கர ஹாட். ஆகஸ்ட் ஃபர்ஸ்ட் வீக்கில் போயிட்டு கண்டினியூவாக வந்து 22 days இன் துனிஷியா, 15 days 12 to 15 days in London, again Mumbai, again Chennai, in Kerala. அதாவது 52 days only shoot. We are planning to release on December 25th for Christmas this year.
பார்ட் 2 வந்து நெக்ஸ்ட் இயர் பிளான் பண்ணுறோம். நெக்ஸ்ட் இயர் மீன் ஏப்ரல் மே அந்த மாதிரி. How big is Ram? It's a very big movie, sir. Not to touch. Very big movie. Thank you. மியூசிக் கூட ஐ லவ் மலையாளம் மியூசிக் அண்ட் எனக்கு வந்து அது வந்து நேச்சுரலாக ஐ திங்க் ஐ ஃபிட் இன் வித் த ஈத்தோஸ் ஆஃப் மலையாளம் மியூசிக் பிகாஸ் அதில் வந்து எனக்கு வந்து கிளாசிக்கலும் இருக்குது அட் த சேம் டைம் ஒரு ஃபியூஷன் ஸ்டைல் தான் இருக்குது. ஸோ அதில் வந்து நான் நேச்சுரலாக ஃபிட் ஆகிற ஒரு ஃபீலிங் இருக்குது. அதே சமயம் வந்து அர்ஃபாஸ் கூட ஒர்க் பண்ண எக்ஸ்பீரியன்ஸ் ரொம்ப ஈஸியாக இருந்தது பிகாஸ் அர்ஃபாஸ் நல்லா ஹிந்தி பேசுவார். ஸோ நானும் நல்லா ஹிந்தி பேசுவேன். இங்கிலீஷ் ஹிந்தி அப்படியே மிக்ஸ் அண்ட் மேட்ச் பண்ணி ரொம்ப அழகாக அவர் ஆக்சுவலாக எதுவுமே சொல்ல வேண்டாம். படம் பார்த்தேன், படம் வந்து செல்ஃப் எக்ஸ்பிளனேட்டரியாக இருந்தது, ரொம்ப ஈஸியாக இருந்தது ஒர்க் பண்ணுறதுக்கு. அட் த சேம் டைம் அவர் கூடயே இருந்தார் ஒர்க் பண்ணும்போது. ஸோ பக்கத்துலேயே தான் உட்காந்துட்டு இருந்தார். ஸோ அப்படியே உட்காந்து ஒரு ஃப்ளோவில் போனோம். இட் வாஸ் அ வண்டர்ஃபுல் எக்ஸ்பீரியன்ஸ் ஒர்க்கிங் வித் அண்ட் ஐ எம் வெரி ப்ரவுட் டு பி டூயிங் அ டெபியூ அண்டர் ஹிஸ் டைரக்டர். സർ ഈ സിനിമയിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം ആസ് എ പ്ലേ ബാക്ക് സിംഗർ അവരെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? இல்லை ஸோ நான் ஆக்சுவலாக ரொம்ப எக்ஸ்பெக்ட் பண்ணல ஃபர்ஸ்ட். பட் ஓகே டேக் போகலாமா அப்படின்னு சொல்லிட்டு உள்ளே போயிட்டு அவங்க உள்ளே போயிட்டு ரெடியாக ஆகிட்டாங்க. அதுக்கப்புறம் ஓகே நான் வந்து இப்படி கேஷுவலாக உட்காந்துருக்கேன், என்ன பாட போகிறேன் எடுத்தோடனே வந்து கரெக்ட் நோட் எடுத்தாங்க. அப்பா அப்படின்னு இருந்தது. அதுக்கப்புறம் இந்த ரெக்கார்டிங் ப்ராசஸ் என்னன்னா நான் வந்து சின்ன அந்த எக்ஸ்பிரஷன்ஸில் தான் ஒர்க் பண்ணேன். ஸோ அவங்க வந்து நிறையா டப்பிங் பண்ணியிருப்பாங்க. ஸோ அவங்களுக்கு வந்து அந்த டப்பிங் பாயிண்ட் ஆஃப் வியூலேருந்து எக்ஸ்பிளைன் பண்ணி பண்ணேன். ரொம்ப ஈஸியாக புரிஞ்சுக்கிட்டாங்க அண்ட் அதுக்கப்புறம் ஈஸியாகிடுச்சு. ഒരു മലയാളത്തിൽ ഒരു പാട്ട് പാടുക, എൻ്റയർ പാട്ട് പാടുക, അതും ഒരു സോളോ സോങ് പാടുക എന്ന് പറയുന്നത് എനിക്കറിയാം ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഈ പ്രഗ്നന്റ് ലേഡി പോയിട്ട് ഈ സ്റ്റുഡിയോയിൽ നിന്ന് പാടുന്ന ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ആക്ച്വലി സംസാരിക്കാനാണ് ബുദ്ധിമുട്ട്. അഭിനയിക്കാൻ കുഴപ്പമില്ല, പാടാനും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അവിടെ ഐ വാസ് ഇൻ മൈ സ്പേസ്, ഇറ്റ്സ് എ ഡാർക്ക് റൂം ആൻഡ് ഈ പാട്ട് ഫസ്റ്റ് എനിക്ക് ആക്ച്വലി 2 പാട്ടാണ് ഓപ്ഷൻസ് തന്നിരുന്നത്. ഒരെണ്ണം പയ്യെ പയ്യെ വിച്ച് വാസ് ഔട്ട് ഓൾറെഡി, പിന്നെ ഈ സോങ്. എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. വൈ ഐ പിക്ക് ദിസ് സോങ് ഇസ് ബിക്കോസ് ഇപ്പം ഇതിൻ്റെ വിനായക് ശശികുമാറാണ് ഇതിൻ്റെ ലിറിക് റൈറ്റർ. ഈസ് എ ബ്രില്യൻറ്റ് ലിറിക് റൈറ്റർ എന്ന് പറയേണ്ട കാര്യമില്ല. പുള്ളി ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോ വരികളും എൻ്റെ ക്യാരക്ടർ, ഞാൻ ചെയ്തിരിക്കുന്ന ചൈതാലി എന്ന് പറയുന്ന ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിന് മെന്റൽ തോട്ട്സ് ആണ്. നമ്മൾ ഈ പാട്ട് ഇപ്പം കേൾക്കുമ്പോഴും ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാവും. അപ്പോൾ ഈ പാട്ട് ഞാൻ ആദ്യം കേട്ടപ്പം ഇറ്റ് ടുക്ക് മീ ബാക്ക് ടു ട്യൂണീഷ്യ. ഞാൻ ഈ ക്യാരക്ടർ പെർഫോം ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഗോ ത്രൂ ചെയ്ത ഒരു മെന്റൽ ഇമോഷണൽ ജേർണി ഉണ്ട്. ആ ജേർണിയിലേക്ക് എന്നെ ഈ സോങ്ങിന് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റി. അപ്പം എൻ്റെ ക്യാരക്ടറായിട്ടാണ് ഞാൻ പാടിയത്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര എൻജോയബിൾ ആയി. ഇപ്പൊ പയ്യെ പയ്യെ സോങ് പാടിയിരുന്നെങ്കിൽ ഐ ഡോണ്ട് നോ ഇഫ് ഐ വുഡ് ബി ഏബിൾ ടു സിംഗ് ദാറ്റ്, ടു ബി ഓണസ്റ്റ്. ബട്ട് ഇതെന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ക്യാരക്ടറായിട്ട് തന്നെ പാടാൻ പറ്റി. സോ അവിടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ആ ഇമോഷൻസ് എല്ലാം എന്നിലേക്ക് വന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കത് കുറച്ചുകൂടെ എൻജോയബിൾ ആയി ആ പ്രോസസ്. സോ ഇറ്റ്സ് മോർ ലൈക്ക് ഒരു ആക്ടിങ് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ കുറച്ചുകൂടെ ബ്രെത്ത്ലെസ് ഒക്കെ ആയിട്ടിരിക്കുക. ഐ തിങ്ക് ദ റൈറ്റ് ഷിപ്സ്. നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് വി ഓൾ ഹാങ് ഔട്ട് താഴെ ഇവരുടെ റൂമിൽ ആസിഫും അമലും. സോ ഷീ യൂസ് ടു സിംഗ് ഒരു പാട്ട് ഇങ്ങനെ ഓരോന്ന് പാടും. സോ ഷീ സിംഗിങ് റിയലി വെൽ. അപ്പം അന്ന് മുതലേ ഞാൻ തുടങ്ങിയതാ, ഒന്ന് പാടിക്കൂടെ എന്ന് പറഞ്ഞു. ഫൈനലി ഐ എം വെരി ഹാപ്പി ദാറ്റ് ഷീ ഗോട്ട് കൺവിൻസ്ഡ്. ആൻഡ് ഓൺ 9th month പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇതിനു മുമ്പ് ഒരു സിംഗർ ഡെബ്യൂ ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. സോ ദാറ്റ്സ് എ റെക്കോർഡ് ഇൻ ഇറ്റ്സെൽഫ്. താങ്ക് യു. Okay, I'll sing just a few lines. എൻ്റെ പിന്നിലെ രൂപം ഒരു ഭീതിയായി പടരേ, ഏതു കോണിലും എന്നെ നിഴലായി പിന്തുടരേ, കൂരിരുൾ കിനാവ് പോലെ എൻ്റെ കാഴ്ച മറയവേ, ചോരതൻ വിടാത ഗന്ധം ഇന്നു കാട്ടിൽ കലരവേ,
സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാണ് ഒരു സുവനിയർ പോലെ. സോ ആസിഫ് സാധാരണ ചെയ്യുന്ന പടങ്ങളിൽ നിന്നും കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പോ ആസിഫിന്റെ ഇന്ന് പടം തലവൻ ഇറങ്ങി. അത് എനിക്ക് കാണാൻ പറ്റില്ല, ഞാൻ രാത്രിത്തെ ഷോ കേട്ടിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത് എല്ലായിടത്തുനിന്നും. നിങ്ങൾ എല്ലാവരും പോയി കാണുക. ആസിഫ് ഈസ് എ ഗ്രേറ്റ് ആക്ടർ. ഐ തിങ്ക് ആസിഫിന്റെ ടാലന്റ് അനുസരിച്ചുള്ള ഒരു എക്സ്പോഷർ ആസിഫിന് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കൂമൻ വാസ് എ ഗ്രേറ്റ് ഫിലിം. He has done a fab job. അതുപോലെ he has done a very good performance in this film. ആ ക്യാരക്ടറിനെ അലൈവ് ആക്കിയത് ആസിഫാണ്. Once you brief him, then he knows what this character would say, what his body language will be. Then you don't need to brief him again. Once it's feeded, then it's a smooth ride. So it was beautiful working with him, and he's a gem of a person. മെയിൻലി ഞങ്ങൾ ഒരുപാട് സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റോറി നറേറ്റ് ചെയ്ത് ലൈക്ക് ചില ഫിലിംസ് ഒക്കെ നമ്മൾ ആസ് സൂൺ ആസ് ആ കഥ കേൾക്കുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവും. യെസ് യുനോ ലൈക്ക് ആ ഒരു സമയത്ത് എസ്പെഷ്യലി ഓൾസോ അർഫാസിന് എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാരണം കൂടെ എനിക്ക് തോന്നുന്നു. എനിക്ക് ആ സമയത്ത് വന്നുകൊണ്ടിരുന്ന എല്ലാം ഒരു സെയിം കൈൻഡ് ഓഫ് സ്റ്റോറീസും ജോണേഴ്സും ആയിരുന്നു. അപ്പം ഞാൻ ഡ്രെയിൻഡ് ഔട്ട് ആയിരുന്നു. ലൈക്ക് ഈ സെയിം കൈൻഡ് ഓഫ് സാധനങ്ങൾ ചെയ്തിട്ട് എന്തിനാണ്, ഐ വുഡ് റാദർ ടേക്ക് എ ബ്രേക്ക് എന്നുള്ള രീതിയിൽ. ആൻഡ് ജിതു സാർ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് കഥയും കൂടെ കേട്ടുകഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ത്രിൽഡായി. അതായത് നമ്മൾ കറക്റ്റായിട്ടൊരു ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനത്തെ സീൻസ്, ഇങ്ങനത്തെ സെറ്റിംഗ്, ഇങ്ങനത്തെ സ്റ്റോറി, അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചില സമയത്ത് സ്ക്രിപ്റ്റുകൾ വരുമല്ലോ. അതുപോലെ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഇത്. ആൻഡ് സ്റ്റോറി കേട്ട് കഴിയുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ അർഫാസിൻ്റെ അടുത്ത് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തു. അർഫാസ് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഇത് ലൈവ് സൗണ്ട് ചെയ്യണം, നമുക്ക് സിംഗ് സൗണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ എനിക്കത് അർഫാസിന് അപ്പം അതുവരെ പ്ലാൻ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് നമ്മൾ എബ്രോഡാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഷൂട്ടിംഗ് കണ്ടീഷൻസ് സിംഗ് സൗണ്ടിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. ബട്ട് യുനോ അപ്പം ഈ സിംഗ് സൗണ്ടും എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും ആൻഡ് ഞാനും ആസിഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടു ഇനീഷ്യൽ ആക്ടേഴ്സായിട്ട്. ആൻഡ് ദെൻ ഷറഫുദ്ദീൻ ജോയിൻസ് ലേറ്റർ. അപ്പം ഒരു ഭയങ്കര ഒരു കണ്ടംപററി സെറ്റിംഗ് ആയിരുന്നു ഇതിൻ്റെ ഷൂട്ടിംഗ്. ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് 2-3 ദിവസത്തേക്ക് ഒരുപാട് സ്ക്രിപ്റ്റ് റീഡിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഡയലോഗ്സ് ഒക്കെ ഞങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഡെവലപ്പ് ചെയ്തത്. ഞങ്ങൾ സംസാരിച്ച് ആസ് ആക്ടേഴ്സ് വി ഓൾ സാറ്റ് ടുഗദർ ആൻഡ് ഞങ്ങൾ തന്നെയായിരുന്നു ഡയലോഗ്സ് ഒക്കെ കുറെ ഞങ്ങളുടെ രീതിയിൽ. ആ ക്യാരക്ടർ ഇപ്പം എൻ്റെ ക്യാരക്ടർ എൻ്റെതായ ഒരു ആസ് യു കെൻ സീ ഇറ്റ്സ് എ മോഡേൺ ക്യാരക്ടർ. അപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കുറച്ച് സൈക്കോളജിക്കൽ ത്രില്ലർ എന്നും പറയാൻ പറ്റും. അപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ മെൻ്റൽ ഹെൽത്ത് ജേർണിയിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് ഇൻപുട്സ് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാനത് അർഫാസായിട്ട് ഡിസ്കസ് ചെയ്യും. ആൻഡ് ഞങ്ങൾ അതനുസരിച്ച് ഡയലോഗ്സ് എഴുതാൻ തുടങ്ങി. അപ്പം ആ ഒരു പ്രോസസ്സിൽ തന്നെ ഇറ്റ് ബിക്കേം വെരി ക്ലോസ് ടു അസ്. അഞ്ജലി മേനോൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഷെയർ ചെയ്തിരുന്നു. അതായത് മലയാള സിനിമയിലെ നടിമാരെവിടെയെന്ന് ചോദിച്ചുകൊണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മലയാളത്തിൽ റീസെന്റ് ഹിറ്റായ ആവേശമാണെങ്കിലും മനുവൽ ബോയ്സ് ആണെങ്കിലും ബ്രഹ്മയുഗം ആണെങ്കിലും ഇതിൽ ലേഡി റോൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് മെയിനായിട്ട് വന്നിട്ടില്ല. സോ അമലയ്ക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താണ് പറയാനുള്ളത്? ബിക്കോസ് ഈ ഒരു സ്റ്റേജിലും സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നടിയാണ്. മറ്റുള്ള നടിമാരൊക്കെ ഇത്തരം സ്റ്റേജിൽ ബാക്ക് ഓഫ് ചെയ്യുക, ഈവൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരെ ബാക്ക് ഓഫ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ചോദ്യത്തിന് അമലയ്ക്കുള്ള ഒരു മറുപടി. I think ആ ചോദ്യത്തിന് ഏറ്റവും നല്ല ഉത്തരം was our film Level Cross. When it will come, അത് ആ ഒരു എന്താ പറയാ, that will answer the question. മലയാള സിനിമയിലെ നടിമാർ എവിടെയെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവായിരിക്കും ലെവൽ ക്രോസ്. Yes, definitely. അങ്ങനെ പ്രതീക്ഷിക്കാം. ഞാൻ അവരുമായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ സംഗീത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പേപ്പറിൽ വർക്ക് ചെയ്യുന്നത് സംഗീതാണ് എന്നോട് ചോദിച്ചത് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പോയിട്ടുണ്ടോ, നമുക്ക് താല്പര്യമുണ്ടെന്ന് സംഗീതാണ് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദേവനും വേഫറുടെ ടീം എല്ലാവരും വന്ന് സിനിമ കാണുകയും ഇഷ്ടപ്പെടുകയും അങ്ങനെയായിരുന്നു അതിൻ്റെ പ്രോസസ്സ്. ദുൽഖർ കണ്ടിട്ടില്ല സിനിമ. എനിക്കറിയത്തില്ല, എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ദുൽഖർ പറയണ്ടേ, ഞാനല്ലല്ലോ പറയണ്ടേ. അതെ, അത് ആക്ച്വലി സിനിമ കംപ്ലീറ്റ് ആയി
പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സിനിമ നമ്മൾ കുറേ പേര് കാണുമല്ലോ, നമ്മുടെ അടുത്തുള്ള ആൾക്കാരും എല്ലാവരും കാണുമല്ലോ. അപ്പോൾ അവർ കണ്ടവരൊക്കെ ഇതൊരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ്, ഏത് ഭാഷയിലും നടക്കാവുന്ന സംഭവങ്ങളാണ്. സിനിമ നടക്കുന്നത് ഒരു ഇമാജിനറി ലാൻഡിലാണ്, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എന്നല്ല. അപ്പൊ സിനിമ കണ്ടവരൊക്കെ പറഞ്ഞത് യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണല്ലോ, ഒരു കാണുമ്പോൾ ഈ ഫോറിലൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഇന്റർനാഷണൽ ഫീൽ ഉണ്ട്. സോ ഇറ്റ് വിൽ ബി എ നൈസ് ഐഡിയ ടു ഡു ഇറ്റ് ഇൻ അതർ ലാംഗ്വേജസ് എന്ന് രമേശ് സാറിനോട് സജസ്റ്റ് ചെയ്തു. അപ്പോൾ രമേശ് സാർ ഫെൽ ദാറ്റ് ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. സോ ഇറ്റ് വാസ് സാർസ് ഡിസിഷൻ. ആരോമൽ പൂവ് പോലെന്നിൽ പൂത്ത പെണ്ണെ പേര് ചൊല്ലുന്നു, ആരോരം കണ്ടിടാ ദൂരം ഇന്നു നീയൻ കൂട്ടുപോരുന്നു, കുറുന്നു കുങ്കകൾ കുറുമ്പ് പുഞ്ചിരി മുഖം തെളിഞ്ഞ ഉദിക്കും കിനാവുകൾ നിറഞ്ഞു തൂവും ഇളം തേനിളമാലികൾ മേലെ മേഘപാളി താഴെ മേലെ മേഘപാളി മിക്സ് പണ്ട മേലെ മേഘപാളി താഴെ മഞ്ഞു തൂക്കി നിന്നെ മൂടി നിൽക്കവേ നേരം നിന്നു പോയി ഏതോ മായ പോലെ ഒന്നായി നാം നടക്കവേ നദിയിന്നോളങ്ങൾ കാണാത്ത കൊലുസുകളായി കാറ്റിൻ സാരംഗി മൂളുന്നു മധുരിതമായി നിനക്കു